ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ ആനുവൽ ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആനുവൽ ഡേയുടെ ക്ഷീണവും കാര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്നത്തെ ഷോപ്പിങ്ങിന് ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അഞ്ചു പോകുന്നില്ല. അഞ്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ ആനുവൽ ഡേക്കൊക്കെ ഡാൻസൊക്കെ കളിച്ചാകെ ടയേർഡാണ്. അഞ്ചൊന്നും എങ്ങോട്ടേക്ക് ഇല്ലയെന്ന് അഞ്ചു തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അഞ്ച് വീട്ടിൽ റെസ്റ്റ് ചെയ്യണ്, ഞങ്ങൾ പോന്നേക്കാണ്. അപ്പോൾ അതാ നമ്മൾ ഓൾറെഡി ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ വരാറുള്ള ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കരികൂരു ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ എന്താ ഓരോ ഐറ്റംസൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. വീട്ടിലേക്ക് പറ്റി എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഐറ്റംസുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് എത്ര എണ്ണം വേണ്ട വണ്ടിക്ക്? 4 എണ്ണം. ഈ കിത്തനൊക്കെ അല്ലെ പുറകിൽ എഴുതിയിട്ടുണ്ടാവും. 150. അപ്പൊ അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ടതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇനി പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് പച്ചക്കറി മാർക്കറ്റിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ വീട്ടിലത്തെ പച്ചക്കറി ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്ന എല്ലാം തീർന്നു. അപ്പം ഇനി എല്ലാം വാങ്ങിച്ചിട്ട് വേണമെന്ന്. അപ്പോൾ ഒരുവിധം എല്ലാ പച്ചക്കറികളുള്ള ആ ഒരു ഷോപ്പ് നോക്കിയായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. 1/4 കിലോ 40 രൂപ പയറ്, പച്ചപ്പയറ്. ബീൻസ് 30 രൂപ, 1/4 കിലോയ്ക്ക് 30 രൂപ. കോളിഫ്ലവർ 60 രൂപ കിലോ. ക്യാരറ്റ് 60 രൂപ. അതൊക്കെ ക്യാബേജ് 60 രൂപ കിലോ. ക്യാബേജ് ഈ കേസ് ഇതിന് 250 രൂപ കിലോ. നമ്മുടെ ഇടിയൻ ചക്കയ്ക്ക് 250 രൂപ കിലോ. നാട്ടിലൊക്കെ ഇടിയൻ ചക്കയ്ക്കൊന്നും വലിയ വില കാണില്ല, പക്ഷെ ഇവിടെ ഭയങ്കര വില കേട്ടോ. 250 രൂപ കിലോ. നാട്ടിലത്തെ വില അറിയുന്നവര് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോകണം. അപ്പൊ ഇനി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം. അവിടെ ഞങ്ങൾക്ക് കിച്ചണിലേക്ക് വേണ്ട മറ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം, മസാല കാര്യങ്ങളെല്ലാം. അപ്പൊ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ സാധാരണ വരുന്ന സെയിം സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കേണ്ട കുറച്ച് മസാല ഐറ്റംസ്, പിന്നെ കിച്ചൺ ഐറ്റംസ്, മറ്റു ഐറ്റംസ് ഒക്കെ വേണ്ടത് അതെല്ലാം ഞാൻ എന്താ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ചേട്ടനായി ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വെച്ചത് തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര റേറ്റാണ്. 45, 55 അങ്ങനത്തെയൊക്കെ റേറ്റിലാണ് ഞങ്ങൾക്ക് ഒരു തേങ്ങ കിട്ടുന്നത്. ചെറിയ തേങ്ങയാണെന്നാലും ഭയങ്കര റേറ്റ് കേട്ടോ തേങ്ങയ്ക്കൊക്കെ. അപ്പോൾ ആവശ്യത്തിന് മാത്രം തേങ്ങ ഉപയോഗിക്കുക, അനാവശ്യമായിട്ട് ഞങ്ങൾക്ക് തേങ്ങ ഉപയോഗിക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ UP-യിലെ ജീവിതം. അപ്പോൾ അത് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. നമ്മുടെ സ്വന്തം നാടല്ലല്ലോ. ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതമാണ് നിങ്ങളുടെ അടുത്തേക്ക് ഓരോ ദിവസവും വീഡിയോയിൽ കൂടെ എത്തുന്നത്. അപ്പൊ ഇഷ്ടപ്പെടുന്നവര് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. അപ്പൊ അങ്ങനെ വാങ്ങിക്കേണ്ട ഒരുവിധം ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് ബിൽ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിഞ്ഞു. നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അധികം നേരത്തെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനടുത്ത് വാങ്ങിച്ചതിൽ നിങ്ങൾ കാണിക്കാൻ പറ്റിയ ഐറ്റംസുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. ബാക്കി കൂടുതൽ നമ്മൾ പച്ചക്കറി വാങ്ങിച്ചു, പിന്നെ കിച്ചൺ ഐറ്റംസൊക്കെയാണ് വാങ്ങിച്ചത്. ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ, പിന്നെ കിച്ചണിലേക്ക് വേണ്ട മസാല ഐറ്റംസ് അങ്ങനത്തെയൊക്കെ വാങ്ങിയത്. പിന്നെ ഇത് ഞങ്ങൾ ഏറ്റവും ആദ്യം തന്നെ കയറിയ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലേക്ക് വേണ്ടി ഞാൻ ഒരു ചവിട്ടി വാങ്ങിച്ചിരിക്കുന്നതാണ്, ഡോർമാറ്റ്. ഇങ്ങനെ ഒരെണ്ണം ചെറുതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 4 ചവിട്ടി വേറെ വാങ്ങിച്ചിട്ടുണ്ട്, ഗ്രീൻ കളറിൽ. അത് നമ്മൾ വണ്ടിയിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. അത് വണ്ടിയിൽ നിന്ന് തന്നെ ചേട്ടൻ അതെടുത്ത് വണ്ടിയിലെല്ലാം വിരിച്ചിട്ടിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ കവറിനകത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ഞാൻ അവിടെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതായിട്ട് ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി. വാഴയില വെച്ചിട്ടുള്ള ചെറിയ ബൗള്, വാഴയിലയുടെ ഡിസൈനിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ എന്താ അങ്ങനെ കണ്ടപ്പോൾ രസത്തിന് അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ 2-3 സ്പൂണുകളാണ്. ഒരെണ്ണം വലുതും പിന്നെ 2 ചെറിയ സ്പൂണുകൾ അങ്ങനത്തെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബഡ്സ്, പിന്നെ ഇത് നമ്മുടെ സെല്ലോ ടേപ്പ്, ചെറിയ സെല്ലോ ടേപ്പ് നമുക്ക് ആവശ്യം ഇവിടേക്ക് അത് ഫിറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലത്തെ ചെറിയ സെല്ലോ ടേപ്പ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിൻ്റെ മെഷീൻ അടക്കം കിട്ടിയപ്പോൾ അപ്പോൾ അതങ്ങനെ വാങ്ങി. പിന്നെ ഇതൊക്കെ അത്ര ഒരുപാട് വിലയുടെയൊന്നുമല്ല കേട്ടോ. 40 രൂപ, 50 രൂപ അങ്ങനത്തെയൊക്കെ ഐറ്റംസുകളാണ്. ഇത് ഞാൻ കിച്ചണിൽ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒക്കെ ക്ലീൻ ചെയ്യാൻ നേരത്ത് ഇതിനകത്ത് നമുക്ക് ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട്
ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ താഴേക്ക് ലിക്വിഡ് വരുള്ളൂ. ഇത് എൻ്റെ കയ്യിൽ മുൻപ് ഉണ്ടായിരുന്നതാണ് കേട്ടോ, ഇതേപോലത്തെ തന്നെ ഒരു ഐറ്റം. അത് പക്ഷേ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കേടായിപ്പോയി. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിച്ചേക്കെന്താ. ഇത് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് ആവശ്യം നേരത്തെ ജസ്റ്റ് അതിനകത്തുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് അതിൻ്റെ ലിക്വിഡ് വരും. നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്ന ലിക്വിഡ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇങ്ങനെ കരുകൂടി കുറച്ച് ഐറ്റംസുകൾ ഇതൊക്കെ വാങ്ങി. പിന്നെ ഒരു ഐറ്റം വാങ്ങിച്ചത് ഇത് അവിടെ നല്ലത്, ഇത് ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പിൽ പോയി വാങ്ങിയതാണ്. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ ഗ്യാരണ്ടി അല്ല, വാറണ്ടി പേപ്പറാണ് കേട്ടോ. വാറണ്ടി ഒക്കെ ഇതിനകത്താണ് മെൻഷൻ ചെയ്തേക്കുന്നത്. 1 year വാറണ്ടിയാണ്. അപ്പോൾ ഇത് ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി ലാമ്പാണ്. നൈറ്റ് ലാമ്പ്, സ്റ്റഡി ലാമ്പ്, ആ രീതിയിൽ അങ്ങനത്തെ ഒരെണ്ണം. ഇപ്പോൾ രാത്രിയിലൊക്കെ എഴുതുക, വായിക്കുക, പഠിക്കുകയൊക്കെ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇതാണ് അതിൻ്റെ സെറ്റിങ്സ്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പകൽ നമുക്ക് ഇതിനകത്ത് ചാർജൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റഡി ടൈമിൽ യൂസ് ചെയ്യാം. ചാർജ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്തായാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. സ്വിച്ച് കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം. നിവർത്തിയും വളച്ചൊടിച്ച് ഇങ്ങനെ വളച്ചൊടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചാണ് നമ്മൾ കാണിച്ചു തന്നായിരുന്നത്. ഇങ്ങനെ ഇറക്കി വെച്ച് നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും. രണ്ടാമത്തെ, ഇതാ മൂന്നാമത്തെ. ഇത് എടുത്തിരുന്നു നമ്മൾ ബൾബ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ, ട്യൂബും ബൾബൊക്കെ ഇടുമ്പോൾ മൊത്തം റൂമിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആവണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എഴുതാനും വായിക്കാനൊക്കെ നമ്മൾ ഇരിക്കുന്ന ജസ്റ്റ് അവിടേക്ക് മാത്രം, ആ സ്പേസിലേക്ക് മാത്രമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ലാമ്പ് വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ സ്പേസിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു. പിന്നെ കറണ്ട് ഇല്ലാത്ത സമയത്തായാലും നമുക്ക് റൂമിൽ ആവശ്യം ലൈറ്റിന് ഇത് ഓണാക്കി വെക്കാം. ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇത് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. കണ്ടപ്പോൾ ഇഷ്ടമായി എന്നല്ല, നമ്മളിത് വാങ്ങിക്കാൻ വേണ്ടി തന്നെ കയറിയതാണ് കടയിൽ. അപ്പോൾ ഇതങ്ങനെ വാങ്ങി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 900 രൂപ കേട്ടോ. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ചാർജിങ് വയറും കൂടെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് മൊബൈലിൻ്റെയൊക്കെ ചാർജറുമേ കുത്തി നമുക്കിന്ന് ചാർജ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഏത് ചാർജറുമേ വേണമെങ്കിലും കുത്താന്ന് അവർ പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു, അത് ഇതേപോലെ ചീത്തയായി പോയിട്ട് കുറേ നാളായി. പിന്നെ അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല. പിന്നെ ഇപ്പോഴാണ് അങ്ങനെ വാങ്ങിക്കണം തോന്നിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഷോപ്പിംഗ് വിശേഷം. പിന്നെ പോരുന്ന സമയത്ത് അഞ്ചിന് എന്തെങ്കിലും വേണം. ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് വരുമ്പോൾ അപ്പോൾ ഞാൻ 2 പേസ്ട്രി വാങ്ങിച്ചതാണ്. അഞ്ചിന് വേണ്ടി മാത്രം 2 പേസ്ട്രി പീസ് വാങ്ങിച്ചതാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈവനിങ്ങിൽ ചായയൊക്കെ കുടിക്കുമ്പോൾ സെയിം കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. ബേക്കറി കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ചെറിയൊരു കേക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ ചായയുടെ സമയത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വാങ്ങിച്ച ഐറ്റംസ് എല്ലാം കിച്ചണിലേക്കുള്ള കംപ്ലീറ്റ് ഐറ്റംസ്. സൂപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ വാങ്ങിയ ഐറ്റംസുകളെല്ലാം കിച്ചണിലേക്ക് വേണ്ട മസാല കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ. പിന്നെ പച്ചക്കറി മാർക്കറ്റിൽ പോയി അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. ഇനി എനിക്ക് കിച്ചണിലേക്ക് കിടക്കണം. ഒരുപാട് ജോലികളുണ്ട്. പക്ഷേ കിച്ചണിലേക്ക് കിടക്കുന്നതിന് മുൻപ് എഡിറ്റിങ് ചെയ്യണം. എഡിറ്റിങ് ചെയ്യാനുണ്ട്, ഇന്ന് ഇടാനുള്ള വീഡിയോ ഒക്കെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ലാപ്ടോപ്പ് ഓണാക്കി എപ്പോഴാണ് ഓർത്തെന്ന് വാങ്ങിച്ച ഐറ്റംസുകളെ കാണിച്ചിട്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമല്ലോ. അപ്പം ഞാൻ എൻ്റെ അടുത്ത എഡിറ്റിംഗ് ജോലിയിലേക്ക് കിടക്കട്ടെ. അപ്പോൾ അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ടുവന്ന ഐറ്റംസുകളെല്ലാം അടക്കി പറക്കി ഒതുക്കി വയ്ക്കലായിരുന്നു ഈ നേരം വരെയുള്ള ജോലികൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഒരുവിധം ഒതുക്കലൊക്കെ കഴിഞ്ഞു. കിച്ചണൊക്കെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി. ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ 2-3 പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പാല് വാങ്ങിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിയുടെ പായസം ഉണ്ടാക്കുന്നത് വെച്ചിട്ടാണ്. ഇവിടെ ഒരു പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് അവർ നാട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന അതിൽ നിന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ. അലുവയൊക്കെ വാങ്ങിച്ചില്ലേ, അപ്പോൾ ആ സമയത്ത് എടുത്ത ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത് പാലയുടെ പായസം മിക്സാണ്. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഈ പാല് വാങ്ങിയത്. അപ്പോൾ 1.5 ലിറ്റർ പാലാണ് അതിനകത്ത് ഒരു മെഷർമെൻറ്റ് കൊടുത്തേക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ 3 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ 1.5 ലിറ്റർ പാല്. ഇതൊന്ന് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കട്ടെ. എന്നിട്ട് അടുത്ത ജോലികളിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം. അപ്പോൾ ഞാൻ 3 പാക്കറ്റ് പാലും നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഇത് എഴുതിയേക്കണം മെത്തേഡ് വെച്ച് പാല് നല്ലപോലെ തിളച്ച് വരുന്ന നേരത്ത് ഇതിനകത്തുള്ള ഫുൾ പാക്കറ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരു 30 മിനിറ്റ്സ്, ഹാഫ് ആൻ അവർ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അത്രേ ഉള്ളൂ. ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമുള്ളൂ, ഇങ്ങനത്തെ പാക്കറ്റ് പായസങ്ങൾ.
അപ്പോൾ ഞാൻ എന്താ പാലിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചേക്ക്. അതിപ്പോൾ ഇവിടെ നിന്ന് തിളക്കിയിട്ട് നമുക്ക് ഇടയ്ക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് വൈകുന്നേരത്തിന് ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രിയിൽ സിമ്പിൾ ഫുഡാണ് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഇത് അരച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മാവൊക്കെ അത് നല്ലപോലെ വീർത്ത് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചെടുത്തിട്ട് ഇപ്പോൾ എനിക്ക് രാത്രിയിലേക്ക് ദോശ ഉണ്ടാക്കണം. ബാക്കിയുള്ള മാവ് എടുത്തിട്ട് രാവിലെ ഇഡ്ഡലി, നാളെ രാവിലെ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകേണ്ടത്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ടിഫിനിൽ കൊണ്ടുപോകാൻ ഇഡ്ഡലി ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പോൾ ഇഡ്ഡലിക്ക് കരുതിയാണ് ഞാൻ അരച്ച് വെച്ചേക്കണേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നിന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശ ചട്നി വൈകുന്നേരത്തിൽ, പിന്നെ കുറച്ച് റൈസും കുറച്ച് ചപ്പാത്തി, കുറച്ച് കറി കാര്യങ്ങളൊക്കെ ഉച്ചക്കാലത്ത് പെൻഡിങ് ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ബോക്സുകളിലും പാത്രങ്ങളിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇതിൻ്റെ കൂടെ എനിക്ക് ഒരു തേങ്ങ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ദോശ ഉണ്ടാക്കാൻ തുടങ്ങും. നമ്മുടെ പാൻ ഇവിടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. മാവ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വീർത്ത് പൊന്തിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തന്നെ തോന്നും. നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് നമുക്ക് ദോശ ആയാലും ഇഡ്ഡലി ആയാലും കിട്ടും. നല്ല പതഞ്ഞ് സോപ്പും പത പോലെ അങ്ങനെ പതഞ്ഞിരിപ്പുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ എന്താ ഇത്തിരി നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ബൗളിൽ. നമുക്ക് ദോശയിലൊക്കെ മോളിക്കോടെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റിനായിട്ടൊന്ന് പരട്ടി കൊടുക്കാനായിട്ട്. ഇവിടെ നമുക്ക് പാലൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. പാലിതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. എനിക്കിതാ ഈ തവ കിട്ടിയിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഭയങ്കര എൻ്റെ ജോലി ഭാരം വളരെ കുറഞ്ഞു. അതുപോലെ തന്നെ ടൈം എനിക്ക് നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ദോശ ഉണ്ടാക്കുന്നിടത്ത് നമുക്ക് ഒരുമിച്ച് 4 ദോശ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരപ്പം ഉണ്ടാക്കുന്നിടത്ത് നമുക്ക് ഒരുമിച്ച് 4 അപ്പം ഉണ്ടാക്കാം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം കൂടുതൽ ഹീറ്റ് ആവുന്നത് സെൻറ്ററിലാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചൊന്ന് ദോശേനെയോ അല്ലെങ്കിൽ അപ്പത്തിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം, അത്രയ്ക്കേ ഉള്ളൂ. വേറെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെടണമായിരുന്നത് ഈ ഒരു മെത്തേഡ്. ഇങ്ങനെയൊക്കെ എന്താ പറയുക, നേരത്തെ വാങ്ങിക്കാൻ തോന്നിയില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആ പാല് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ പായസത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കിടന്ന് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കിടന്ന് കുക്കായിക്കോളും. ഇതിനകത്തേക്ക് പായസത്തിലേക്ക് നമുക്ക് ഒന്നും ചേർക്കേണ്ടതില്ല. പഞ്ചസാരയും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മിക്സാണ്. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഇത്തിരി കാഷ്യൂ അല്ലെങ്കിൽ കിസ്മിസൊക്കെ വേണമെങ്കിൽ ഒന്ന് ഗീയിൽ ചൂടാക്കി ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതായത് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ആകുമ്പോഴേക്കും അടുത്ത സെറ്റ് കോരി ഒഴിക്കിട്ടു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ദോശ ഞാൻ ഉണ്ടാക്കി ഒരെണ്ണം സെൻറ്ററിൽ വലുതൊരെണ്ണം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇത്രയും മാവ് ബാക്കിയുണ്ട്. അപ്പോൾ ഇതെടുത്ത് ഞാൻ ഇനി നീക്കി വെക്കുന്നത് നാളെ രാവിലത്തേക്ക് ഇഡ്ഡലിയോ ദോശ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അതിന് കഴിഞ്ഞ് ഞാൻ നീക്കി വെക്കും. ഇനി ഇതിൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് എനിക്ക് തേങ്ങ ചട്നി ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങ ഓൾറെഡി ചിരവി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെടുത്തിട്ടാണ് ഞാൻ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫൈനൽ ദോശയും കൂടെ ഒന്ന് ഞാൻ എടുക്കട്ടെ. ഇത്രയും ദോശ മതി ഞങ്ങൾക്ക് കഴിക്കാൻ. ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് 3 പേർക്കും കഴിക്കാൻ ഇത് ധാരാളം മതി. പിന്നെ വേഗത്തിൽ ഞാൻ ചട്നി ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ദോശയൊക്കെ തണുത്തു പോകും. ദോശ ചൂടോടെ കഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പായസം നമ്മുടെ അവിടെ ഇങ്ങനെ സെറ്റായി വരുന്നു, നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ കിടന്ന് കുക്കാവട്ടെ. തേങ്ങയൊക്കെ ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ തേങ്ങയുടെ റേറ്റ് 45-55 ഒക്കെയാണ് ഇവിടുത്തെ റേറ്റ്.
അപ്പോൾ ഞങ്ങൾക്ക് 1 ടൈമിന് ഇത് മതി. പിന്നെ കുറച്ച് കറിയൊക്കെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്ത്. വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം, കാരണം തണുത്തിരിക്കുന്ന തേങ്ങയല്ലേ. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്ത തേങ്ങ നല്ലപോലെ തണുപ്പുണ്ട്, അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടില്ലേ നമുക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ചട്നിയിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുളി ഞാൻ ചേർക്കണില്ല കേട്ടോ. പുളിക്ക് പകരമായിട്ട് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പുളിയുടെ പർപ്പസ് ഇതുകൊണ്ട് തീർന്നോളൂ. അപ്പോൾ ആ ചട്നിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ എന്താ ഒരു ബൗളിലേക്ക് പകർത്തി വെച്ചേക്കാം കേട്ടോ ചട്നി. നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതാണ് നമ്മുടെ പായസം ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പായസത്തിൻ്റെ ഫ്ലെയിം ഞാൻ എന്താ ഇവിടെ ഓഫാക്കണം. നല്ലപോലെ കുക്കായിട്ടുണ്ട് പായസം. പാലട പായസം എന്താ റെഡി. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് കാഷ്യൂം അതുപോലെ തന്നെ ഇത്തിരി ഉണക്കമുന്തിരി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് നെയ്യിൽ വറുത്ത് കോരിയിടാം. നെയ്യിലൊന്ന് വറുത്ത് കോരിയിടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കാനെടുത്ത സെയിം നെയ്യ് തന്നെ ഞാൻ എടുക്കണം കേട്ടോ. ഇതിനകത്തേക്ക് ഒരു കുറച്ച് കാഷ്യൂം അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. കിസ്മിസ് ആദ്യം ഇടണം. നമുക്ക് കാഷ്യൂം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചട്നിക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ ഇത്തിരി ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇത്തിരി വറ്റൽമുളകും ഇത്തിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചട്നിക്കും കൂടെ താളിച്ചൊഴിക്കാമെന്ന് വിചാരിച്ച് ഇത് ഞാൻ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഈ നമ്മൾ ചൂടാക്കിയെടുത്ത ഈ നെയ്യ് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചട്നിക്ക് താളിച്ചൊഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ ചൂടായിട്ട് നമുക്കിനി കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പായസം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒന്നും ചേർക്കേണ്ടതില്ല, വേറെ പഞ്ചസാരയും എല്ലാ ഐറ്റംസും ഇതിനകത്ത് അവർ ചേർത്തിട്ടുണ്ട്, ഏലക്കായ കാര്യങ്ങളെല്ലാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വരണ നേരത്ത് ഇങ്ങനത്തേക്ക് ഒരു പായസം ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എളുപ്പം കേട്ടോ. പായസം ഉണ്ടാക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ടൊക്കെ പണ്ടൊക്കെ തോന്നുമെങ്കിലും ഇപ്പം ഇങ്ങനെ നമുക്ക് മിക്സൊക്കെ കിട്ടണതിനെ കൊണ്ട് ഇതൊക്കെ ഈ ജോലികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. എല്ലാത്തിൻ്റെയും നമുക്ക് മിക്സ് കാര്യങ്ങളൊക്കെ കിട്ടണില്ലേ. ദോശ ഉണ്ടാക്കണമെങ്കിൽ ദോശയുടെ മിക്സ്, ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ ഇഡ്ഡലിയുടെ മിക്സ്, പായസം ഉണ്ടാക്കണമെങ്കിൽ പായസം മിക്സ്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ജോലികൾ അങ്ങനെ തന്നെ എളുപ്പമാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നിക്കുള്ള താളിച്ചൊഴിക്കാനുള്ളതെല്ലാം ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ഓഫാക്കണം. ഒരുവിധം നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓഫാക്കി ചട്നിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ നല്ല ചൂടൻ ദോശയും അതുപോലെ ചട്നിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ചൂടോടെ കുടിക്കാനുള്ള അടിപൊളി പായസവും റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എങ്കിലേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.